ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? പൂനെ, സോനിപത്ത്, ഡൽഹി, കൊൽക്കത്ത. ഉത്തരം പൂനെ. ഇന്ത്യൻ ആർമിയും പുനീത് ബാലൻ ഗ്രൂപ്പും സംയുക്തമായാണ് പൂനെയിലെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത്. സദേൺ കമാൻഡ് ജനറൽ ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് ലഫ് ജനറൽ അജയ്കുമാർ സിംഗ് ആണ് പാർക്ക് ഉദ്ഘാടനം ചെയ്തത്. പൗരബോധം, ഭരണഘടനയോടുള്ള ആദരം, ദേശസ്നേഹം എന്നിവ ഉയർത്തുകയാണ് പാർക്കിൻ്റെ പ്രവർത്തനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഇന്ത്യയിലെ ആദ്യ കോൺസ്റ്റിറ്റ്യൂഷൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലെ സോനിപത്ത് ഒ.പി. ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയിലാണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ലയാണ് കൊല്ലം. ഹരിവരാസനം പുരസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 2022 ഹരിവരാസനം പുരസ്കാരം നേടിയത് ആലപ്പി രംഗനാഥ്. 2023 ഹരിവരാസനം പുരസ്കാരം നേടിയത് ശ്രീകുമാരൻ തമ്പി. 2024 ഹരിവരാസനം പുരസ്കാരം നേടിയത് പി.കെ. വീരമണിദാസൻ. ഇവയെല്ലാം B12, 1, D23. ഉത്തരം എ. ഇവയെല്ലാം. കേരള സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായി ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് ഹരിവരാസനം പുരസ്കാരം. സംഗീതത്തിലൂടെ ശബരിമലയുടെ മതനിരപേക്ഷത, സമചിത്തത, സാർവത്രിക സാഹോദര്യം എന്നിവയുടെ പ്രചാരണത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. 2021 സംസ്ഥാന സർക്കാർ ഹരിവരാസനം അവാർഡ് ഏർപ്പെടുത്തിയത്. 1,00,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള മൃഗാശുപത്രികളിലെ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി സംസ്ഥാന വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന. ഓപ്പറേഷൻ വെറ്റ് സ്കാൻ, ഓപ്പറേഷൻ ഫോസ്കോസ്, ഓപ്പറേഷൻ ഫാനം, ഓപ്പറേഷൻ ഡബിൾ ചെക്ക്. ഉത്തരം എ. ഓപ്പറേഷൻ വെറ്റ് സ്കാൻ. സ്റ്റോക്ക് രേഖകൾ പ്രകാരമുള്ള മരുന്നുകൾ കാണാതായത്, കാലഹരണപ്പെട്ട മരുന്നുകൾ, ആശുപത്രികളുടെ വഴികളിലൂടെ അനധികൃതമായി മരുന്നുകളുടെ സംഭരണവും വിൽപ്പനയും ഉൾപ്പെടെ നിരവധി പൊരുത്തക്കേടുകൾ അന്വേഷണത്തിലൂടെ കണ്ടെത്തി. മുഴുവൻ ഭക്ഷ്യ സംരംഭകരെയും ഭക്ഷ്യ സുരക്ഷാ ലൈസൻസ് പരിധിയിൽ കൊണ്ടുവരാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിശോധന ഓപ്പറേഷൻ ഫോസ്കോസ്. റെസ്റ്റോറന്റ് മേഖലയിൽ സംസ്ഥാന GST വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടന്ന വ്യാപക പരിശോധനയാണ് ഓപ്പറേഷൻ ഫാനം. അനധികൃതമായി ആന്റിബയോട്ടിക് മരുന്നുകൾ വിപണിയിൽ എത്തുന്നത് തടയാൻ ഡ്രഗ് കൺട്രോൾ വകുപ്പ് രൂപം കൊടുത്ത ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഡബിൾ ചെക്ക്. കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആക്കുളം, ഓർക്കയം, ഉള്ളൂർക്കടവ്, ഫറോക്ക്. ഉത്തരം ഡി. ഫറോക്ക്. കോഴിക്കോട് ജില്ലയിലാണ് ബ്രിട്ടീഷുകാർ പണികഴിപ്പിച്ച പാലം സ്ഥിതി ചെയ്യുന്നത്. ഫറോക്കിനെയും ചെറുവണ്ണൂരിനെയും ബന്ധിപ്പിച്ച് ചാലിയാറിന് കുറുകെ പണിത പാലം 1888 പൊതുഗതാഗതത്തിന് തുറന്നുകൊടുത്തു. പൊതുമരാമത്ത് വകുപ്പ് ഇലക്ട്രിക്കൽ വിഭാഗമാണ് പാലത്തിൽ വൈദ്യുത ദീപാലങ്കാരം ഒരുക്കിയത്. RBDCK ആണ് പദ്ധതി നിർവ്വഹണത്തിനുള്ള 1.65 കോടി രൂപ ചെലവഴിച്ചത്. പാലത്തിൽ സെൽഫി പോയിന്റിനു പുറമെ വീഡിയോ വാൾ, കഫറ്റീരിയ, സ്ട്രീറ്റ് ലൈബ്രറി, ഗാർഡൻ, മ്യൂസിക്, കുട്ടികളുടെ പാർക്ക്, സൗജന്യ വൈഫൈ, VR ഹെഡ്സെറ്റ് മൊഡ്യൂൾസ്, ടോയ്ലറ്റ് ബ്ലോക്ക്, നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ഓട്ടോമേറ്റഡ് ട്രാഫിക് സിഗ്നൽ
2024 രാജ്യത്തെ ആദ്യ ജനറേറ്റീവ് AI കോൺക്ലേവിന് വേദിയായ ഇന്ത്യൻ നഗരം. 2024 രാജ്യത്തെ ആദ്യ ജനറേറ്റീവ് AI കോൺക്ലേവിന് വേദിയായ ഇന്ത്യൻ നഗരം. കൊച്ചി, ഹൈദരാബാദ്, ബംഗളൂരു, ഇംഫാൽ. ഉത്തരം എ. കൊച്ചി. AI ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്ന ടാഗ് ലൈനുമായി ഗ്ലോബൽ AI ഉച്ചകോടി ഗ്ലോബൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സമ്മിറ്റ് GAIS യ്ക്ക് 2024 വേദിയായ ഇന്ത്യൻ നഗരം ഹൈദരാബാദ് ആണ്. 2023 നവംബറിൽ ലോകത്താദ്യമായി നടന്ന AI സുരക്ഷാ ഉച്ചകോടിയുടെ വേദി ഇംഗ്ലണ്ടിലെ ബ്ലെച്ചി പാർക്ക് ആയിരുന്നു. സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം. സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം. തളിപ്പറമ്പ്, കുറുമാത്തൂർ, മൂവാറ്റുപുഴ, കിളിമാനൂർ. ഉത്തരം തളിപ്പറമ്പ്. സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നഗരം എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയാണ്. രാജ്യത്ത് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന ആദ്യ ബ്ലോക്ക് പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരാണ്. രാജ്യത്ത് ഡിജിറ്റൽ സാക്ഷര കൈവരിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ്. എന്താണ് ഷീ ബോക്സ് പോർട്ടൽ? എന്താണ് ഷീ ബോക്സ് പോർട്ടൽ? തൊഴിലിടങ്ങളിലെ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി, ഗാർഹിക പീഡനങ്ങളിൽ നിന്നുള്ള സുരക്ഷയ്ക്ക് വേണ്ടി, സൈബർ ആക്രമണങ്ങളിൽ നിന്നുള്ള സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി, സാമൂഹിക മാധ്യമങ്ങളിലെ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി. ഉത്തരം തൊഴിലിടങ്ങളിലെ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി. ജോലിസ്ഥലത്ത് സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക പീഡന പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നതിനും നിരീക്ഷിക്കുന്നതിനുമുള്ള കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിൻ്റെ കേന്ദ്രീകൃത പ്ലാറ്റ്ഫോമാണ് ഷീ ബോക്സ്. സർക്കാർ സ്വകാര്യ മേഖലകൾ ഇതിൻ്റെ പരിധിയിൽ വരും. രാജ്യവ്യാപകമായി രൂപവൽക്കരിച്ച ഇൻ്റേണൽ കമ്മിറ്റികളുമായും ലോക്കൽ കമ്മിറ്റികളുമായും ബന്ധപ്പെട്ട വിവരങ്ങളുടെ ഒരു കേന്ദ്രീകൃത ശേഖരമായാണ് ഷീ ബോക്സ് പ്രവർത്തിക്കുന്നത്. വനിതാ ശിശുക്ഷേമ മന്ത്രി അന്നപൂർണ ദേവിയാണ് പോർട്ടൽ ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന ബഹുമതി സ്വന്തമാക്കിയ ഇടുക്കിയുടെ വിസ്തീർണം. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന ബഹുമതി സ്വന്തമാക്കിയ ഇടുക്കിയുടെ വിസ്തീർണം 4612 ചതുരശ്ര കിലോമീറ്റർ, 4512 ചതുരശ്ര കിലോമീറ്റർ, 4842 ചതുരശ്ര കിലോമീറ്റർ. ഉത്തരം എ. 4612. വലുപ്പത്തിൽ പാലക്കാടിനെ മറികടന്നാണ് ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന ബഹുമതി സ്വന്തമാക്കിയത്. റവന്യൂ രേഖകളിൽ എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിൻ്റെ ഏതാനും ഭാഗങ്ങൾ ഭരണ സൗകര്യത്തിനായി ഇടമലക്കുടി വില്ലേജിലേക്ക് കൂടിച്ചേർത്തതോടെയാണ് ഇടുക്കി ഒന്നാമതായത്. 1997 മുൻപ് ഇടുക്കി തന്നെയായിരുന്നു സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ല. 1997 കുട്ടമ്പുഴ വില്ലേജിനെ എറണാകുളം ജില്ലയോട് ചേർത്തതോടെ ഇടുക്കിയുടെ വലിപ്പം കുറയുകയും പാലക്കാട് ഒന്നാമതെത്തുകയുമായിരുന്നു. ചന്ദ്രോപരിതലത്തിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം. ചന്ദ്രോപരിതലത്തിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം. ടിൻ, ബി. ലെഡ്, സി. ടൈറ്റാനിയം, ഡി. യുറേനിയം. ഉത്തരം സി. ടൈറ്റാനിയം. പ്രകൃതിയിൽ കാണുന്ന ഏറ്റവും സ്ഥിരതയുള്ള പദാർത്ഥമാണ് ലെഡ്. ഭാവിയുടെ ലോഹം, അത്ഭുത ലോഹം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ടൈറ്റാനിയമാണ്.
ഭൂമിയുടെ ഉൾക്കാമ്പിൽ കൂടുതലായി കാണപ്പെടുന്ന ലോഹമാണ് ഇരുമ്പ്. ഇൽമനൈറ്റിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ലോഹമാണ് ടൈറ്റാനിയം. സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ലോഹമാണ് ലെഡ്. മിൽക്ക് ഓഫ് ലൈം, സ്ലേക്കഡ് ലൈം എന്നിങ്ങനെ അറിയപ്പെടുന്നത് എന്ത്? മിൽക്ക് ഓഫ് ലൈം, സ്ലേക്കഡ് ലൈം എന്നിങ്ങനെ അറിയപ്പെടുന്നത് എന്ത്? എ. കാൽസ്യം ഓക്സൈഡ്, ബി. കാൽസ്യം ഹൈഡ്രോക്സൈഡ്, സി. കാൽസ്യം കാർബണേറ്റ്, ഡി. കാൽസ്യം സൾഫേറ്റ്. ഉത്തരം ബി. കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ചുണ്ണാമ്പുകല്ല് എന്നറിയപ്പെടുന്നത് കാൽസ്യം കാർബണേറ്റ് ആണ്. ജിപ്സം എന്നറിയപ്പെടുന്നത് കാൽസ്യം സൾഫേറ്റ് ആണ്. ബേക്കിംഗ് സോഡ, അപ്പക്കാരം എന്നറിയപ്പെടുന്നത് സോഡിയം ബൈകാർബണേറ്റ് ആണ്. നീറ്റുകക്ക, ക്വിക്ക് ലൈം എന്നറിയപ്പെടുന്നത് കാൽസ്യം ഓക്സൈഡ് ആണ്. വേരിൻ്റെയും കാണ്ഡത്തിൻ്റെയും നീളം വർദ്ധിക്കാൻ സഹായിക്കുന്ന മെരിസ്റ്റം. വേരിൻ്റെയും കാണ്ഡത്തിൻ്റെയും നീളം വർദ്ധിക്കാൻ സഹായിക്കുന്ന മെരിസ്റ്റം. എ. അഗ്രമെരിസ്റ്റം, ബി. പാർശ്വമെരിസ്റ്റം, സി. പർവാന്തര മെരിസ്റ്റം, ഡി. ഇവയൊന്നുമല്ല. ഉത്തരം എ. അഗ്രമെരിസ്റ്റം. ഏകബീജപത്ര സസ്യങ്ങളുടെ പർവ്വത്തിന് മുകളിൽ കാണപ്പെടുന്ന മെരിസ്റ്റമാണ് പർവാന്തര മെരിസ്റ്റം. പർവാന്തര മെരിസ്റ്റമാണ് കാണ്ഡത്തിന് നീളം കൂടാൻ സഹായിക്കുന്നത്. ദ്വിബീജപത്ര സസ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്ന മെരിസ്റ്റമാണ് പാർശ്വമെരിസ്റ്റം. കാണ്ഡം വണ്ണം വയ്ക്കാൻ സഹായിക്കുന്ന മെരിസ്റ്റമാണ് പാർശ്വമെരിസ്റ്റം. ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്കത്തിൻ്റെ വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ ഏത്? എ. തൈറോക്സിൻ, ബി. തൈമോസിൻ, സി. കാൽസിട്ടോണിൻ, ഡി. പാരാതോർമോൺ. ഉത്തരം എ. തൈറോക്സിൻ. മനുഷ്യനിലെ ഏറ്റവും വലിയ അന്തഃസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. ബേസൽ മെറ്റബോളിക് റേറ്റ് നിയന്ത്രിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഹോർമോൺ തൈറോക്സിനാണ്. തൈറോക്സിൻ്റെ കുറവ് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗാവസ്ഥയാണു മിക്സെഡിമ. തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ ബുദ്ധിമാന്ദ്യത്തിനും വളർച്ച മുരടിപ്പിനും കാരണമാകുന്ന രോഗമാണ് ക്രെറ്റിനിസം. വൈദ്യുതിയുടെ പൊട്ടൻഷ്യൽ വ്യത്യാസവും വൈദ്യുതിയും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന വൈദ്യുതി നിയമം. വൈദ്യുതിയുടെ പൊട്ടൻഷ്യൽ വ്യത്യാസവും വൈദ്യുതിയും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന വൈദ്യുതി നിയമം. എ. ഓം നിയമം, ബി. ജൂൾ നിയമം, സി. കൂളോം നിയമം, ഡി. ആംപിയർ സർക്യൂട്ട് നിയമം. ഉത്തരം എ. ഓം നിയമം. പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് ഓം. നീളം, ഛേദതല പരപ്പളവ്, താപനില, പദാർത്ഥത്തിൻ്റെ സ്വഭാവം എന്നിവയാണ് ഒരു വൈദ്യുത ചാലകത്തിൻ്റെ പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ലോഹങ്ങളിൽ താപനില കൂടുമ്പോൾ പ്രതിരോധം വർദ്ധിക്കുന്നു. ഒരു പദാർത്ഥത്തിൽ കൂടിയുള്ള ഇലക്ട്രോണുകളുടെ പ്രവാഹത്തിനുണ്ടാകുന്ന തടസ്സത്തെ നിയന്ത്രിക്കുന്ന ഘടകമാണ് പ്രതിരോധം. ഗ്ലാസ് ലയിക്കുന്ന ആസിഡ് ഏത്? ഗ്ലാസ് ലയിക്കുന്ന ആസിഡ് ഏത്? എ. ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്, ബി. ഹൈഡ്രോസയാനിക് ആസിഡ്, സി. സൾഫനിക് ആസിഡ്, ഡി. സാലിസിലിക് ആസിഡ്. ഉത്തരം എ. ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്.
കാർബോണിക് ആസിഡ് എന്നറിയപ്പെടുന്നത് സോഡ വാട്ടർ ആണ്. ഫോർമിക് ആസിഡ് എന്നറിയപ്പെടുന്നത് മെഥനോയിക് ആസിഡ് ആണ്. ഏറ്റവും കൂടുതൽ ക്രിയാശീലമുള്ള ആസിഡാണ് പെർക്ലോറിക് ആസിഡ്. വായുവിൽ പുകയുന്ന ആസിഡ് നൈട്രിക് ആസിഡ് ആണ്. വായുവിലൂടെ പകരുന്ന രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? വായുവിലൂടെ പകരുന്ന രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? എ. ക്ഷയം, ബി. എലിപ്പനി, സി. വസൂരി, ഡി. ഡിഫ്തീരിയ. ഉത്തരം ബി. എലിപ്പനി. ജലത്തിലൂടെ പകരുന്ന രോഗമാണ് എലിപ്പനി. ലെപ്റ്റോസ്പൈറോസിസ് എന്നറിയപ്പെടുന്നത് എലിപ്പനിയാണ്. ഹാൻസെൻസ് രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠമാണ്. എലിപ്പനി ഉണ്ടാകുമ്പോൾ രക്തലോമികകളിൽ തകരാറുണ്ടാകുകയും ആന്തരിക രക്തസ്രാവത്തിന് കാരണമാവുകയും ചെയ്യുന്ന ബാക്ടീരിയയാണ് ലെപ്റ്റോസ്പൈറ. വെളുത്ത പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ് ക്ഷയം. ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏത്? ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏത്? എ. പീയൂഷഗ്രന്ഥി, ബി. പീനിയൽ ഗ്രന്ഥി, സി. തൈമസ് ഗ്രന്ഥി, ഡി. തൈറോയിഡ് ഗ്രന്ഥി. ഉത്തരം ബി. പീനിയൽ ഗ്രന്ഥി. ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോണാണ് മെലാട്ടോണിൻ. സെറോട്ടോണിൻ, മെലാട്ടോണിൻ എന്നീ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് പീനിയൽ ഗ്രന്ഥിയാണ്. കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് മെലാട്ടോണിൻ. നായകഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പീയൂഷഗ്രന്ഥിയാണ്. തുലനസ്ഥാനത്ത് നിന്ന് ഒരു കണികയ്ക്ക് ഉണ്ടാകുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരം അറിയപ്പെടുന്നത്? തുലനസ്ഥാനത്ത് നിന്ന് ഒരു കണികയ്ക്ക് ഉണ്ടാകുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരം അറിയപ്പെടുന്നത്? എ. ആയതി, ബി. ആവൃത്തി, സി. തരംഗദൈർഘ്യം, ഡി. പീരിയഡ്. ഉത്തരം എ. ആയതി. ഒരു സെക്കൻഡിലുണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. സമാന കമ്പനാവസ്ഥയിലുള്ള അടുത്തടുത്ത രണ്ട് കണികകൾ തമ്മിലുള്ള അകലം അല്ലെങ്കിൽ മാധ്യമത്തിലെ കണിക ഒരു കമ്പനം പൂർത്തീകരിച്ച സമയം കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് തരംഗദൈർഘ്യം. സ്ഥിരവേഗത്തിലുള്ള തരംഗത്തിൻ്റെ ആവൃത്തി കൂടുമ്പോൾ തരംഗദൈർഘ്യം കുറയുന്നു. ആവൃത്തിയുടെ യൂണിറ്റ് ഹെർട്സ്, Hz. ഓക്സിജൻ വാതകം കണ്ടുപിടിച്ചത് എ. ഹെൻറി കാവൻഡിഷ്, ബി. ജോസഫ് പ്രീസ്റ്റ്ലി, സി. ഡാനിയേൽ റൂദർഫോർഡ്, ഡി. കാൾ ഷീലെ. ഉത്തരം ബി. ജോസഫ് പ്രീസ്റ്റ്ലി. ജോസഫ് പ്രീസ്റ്റ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിക്കാൻ ഉപയോഗിച്ച പദാർത്ഥം മെർക്കുറിക് ഓക്സൈഡാണ്. ഓക്സിജൻ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയാണ് അംശികസേചനം. തനിയെ കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ. കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജനാണ്.
ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്ന അവയവം. ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്ന അവയവം. എ. സെറിബ്രം, ബി. ചെവി, സി. സുഷുമ്ന, ഡി. കണ്ണ്. ഉത്തരം ബി. കണ്ണ്. ചെവിയുമായി ബന്ധപ്പെട്ട പഠനമാണ് ഓട്ടോലാരിങ്കോളജി. ശ്രവണം, ഗന്ധം, രുചി എന്നിവയെക്കുറിച്ചുള്ള പഠനവും ഇതിലുൾപ്പെടുന്നു. ചെവിയുടെ 3 പ്രധാന ഭാഗങ്ങളാണ് ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം എന്നിവ. ബാഹ്യകർണത്തിൻ്റെ ഭാഗങ്ങളാണ് ചെവിക്കൂടം, കർണനാളം, കർണപടം. കർണപടത്തിന് ഇരുവശത്തുമുള്ള വായുമർദ്ദം ക്രമീകരിക്കലാണ് യൂസ്റ്റേക്കിയൻ നാളിയുടെ ധർമ്മം. മധ്യകർണത്തിലെ അസ്ഥികളാണ് മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് എന്നിവ. മാലിയസിന് ചുറ്റികയുടെ ആകൃതിയും ഇൻകസിന് കൂടക്കല്ലിൻ്റെ ആകൃതിയും സ്റ്റേപ്പിസിന് കുതിരസവാരിക്കാരൻ്റെ പാദധാരണത്തിൻ്റെ ആകൃതിയുമാണുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയത് ആര്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയത് ആര്? എ. ഡോക്ടർ ബി. ആർ. അംബേദ്കർ, ബി. ഡോക്ടർ എസ്. രാധാകൃഷ്ണൻ, സി. എം. പി. നാരായണ മേനോൻ, ഡി. ജവഹർലാൽ നെഹ്റു. ഉത്തരം ഡി. ജവഹർലാൽ നെഹ്റു. 1946 ഡിസംബർ 13 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പ്രതിനിധാനം ചെയ്യുന്നത്. ദൈവത്തിൻ്റെ നാമത്തിൽ എന്ന വാക്യത്തോടെ ആമുഖം ആരംഭിക്കണം എന്ന് നിർദ്ദേശിച്ചത് എച്ച്. വി. കമ്മത്താണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ന്യായവാദത്തിന് അർഹമല്ല. ആദിത്യ 1 എന്ന പേടകം എത്രാമത്തെ ദിവസമാണ് ഭൂമിയിൽ നിന്നും 15 ലക്ഷം കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ലക്ഷ്യസ്ഥാനമായ ലഗ്രാഞ്ച് പോയിൻ്റ് 1-ൽ എത്തിയത്? എ. 127-ാം ദിവസം, ബി. 126-ാം ദിവസം, സി. 125-ാം ദിവസം, ഡി. 128-ാം ദിവസം. ഉത്തരം 127-ാം ദിവസം. PSLV-C-57 വിക്ഷേപണ വാഹനം. സൗരദൗത്യം നടത്തുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. 2024 ജനുവരി 6-നാണ് പേടകം ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നത്. എസ്. സോമനാഥാണ് നിലവിലെ ISRO ചെയർമാൻ. സൂര്യൻ്റെ ബാഹ്യഭാഗത്തെ താപവ്യതിയാനങ്ങൾ, പ്രഭാമണ്ഡലം, വർണ്ണമണ്ഡലം, കൊറോണ തുടങ്ങിയ പാളികൾ, ബഹിരാകാശ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പഠനങ്ങളാണ് പ്രധാന ലക്ഷ്യങ്ങൾ. 2023 സെപ്റ്റംബർ 2-ന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്നാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്. സൂര്യനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ചുള്ള പഠനത്തിനായുള്ള ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമാണ് ആദിത്യ L1.